ആപത്തുകൾ രോഗങ്ങളും നഷ്ടങ്ങളും എന്നെ ജയിക്കയില്ല. എന്റെ അധ്വാന ഫലം ഞാൻ തന്നെ അനുഭവിക്കും. എന്റെ അധ്വാന ഫലം ഞാൻ തന്നെ അനുഭവിക്കും. ഞാനും എൻ കുടുംബവുമോ യേശുവെ ആരാധിക്കും. തൻ വചനം അനുസരിക്കും, മാതൃകയായി ജീവിക്കും. ഞാനും എൻ ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. കൊലോസ്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വചനം ഇങ്ങനെ വായിക്കുന്നു: സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധിയും ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിനു പാടിയും ഇങ്ങനെ ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ എന്നുള്ള വചനമാണ്. ഈ വാക്യത്തിൽ പൗലോസ് ആഗ്രഹിക്കുന്നതും ഓർമ്മപ്പെടുത്തുന്നതും ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ഹൃദയത്തിൻ്റെ അകത്ത് എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ടായിരിക്കേണ്ടതും ഒരിക്കലും നീങ്ങിപ്പോകുവാൻ പാടില്ലാത്തതും എന്താണെന്ന് ചോദിച്ചാൽ ദൈവവചനമാണ് നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടത് എന്ന പദമാണ്. എന്താണ് ദൈവവചനത്തിൻ്റെ പ്രാധാന്യത എന്ന് ചോദിച്ചാൽ എബ്രായ ലേഖനം 4-ാം അധ്യായം 12-ാമത് വചനത്തിനുള്ളിൽ അപ്പോസ്തലൻ ഓർമ്മപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായി തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിപജ്ഞകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു. ഒരു മനുഷ്യൻ്റെ മനസ്സിനെ നിയന്ത്രിക്കുവാൻ ഏറ്റവും ഉത്തമമായ തലത്തിൽ ഒരു മനുഷ്യനെ ഈ ലോകത്ത് ജീവിപ്പാൻ അവനെ പ്രാപ്തനാക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണെന്നും ആ ദൈവത്തിൻ്റെ വചനമാണ് നിങ്ങളുടെ ഹൃദയത്തിലെ ചിന്തകളെയും പാപങ്ങളെയും വിവേചിക്കുന്നതെന്നും ആ വചനം നിങ്ങളുടെ ഉള്ളിലുണ്ട് എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിലെ നന്മയ്ക്ക് കാരണമായിത്തീരുന്നു എന്നും ആ വാക്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 7-ാമത് വാക്യം വരുമ്പോഴും നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും എന്നുള്ള പദവും രേഖപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തളത്തിൽ ദൈവവചനത്തിൻ്റെ ആഴങ്ങൾ കിടപ്പുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലൂടെ നാം കടന്നു പോകേണ്ടി വരുമ്പോഴും ഏറ്റവും ശ്രേഷ്ഠവും ഉത്തമവുമായിരിക്കുന്ന തീരുമാനങ്ങൾ എടുക്കേണ്ടതിനും ആ തലത്തിൽ നമുക്ക് മുൻപോട്ട് പോകുന്നതിനും നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന വചനത്തെ അതിൻ്റെ തലത്തിൽ നമുക്ക് ഉപയോഗിക്കുവാനും സാധിക്കുമെന്നുള്ള ആഴങ്ങളും ചിന്തകളുമാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സിൽ നിന്നൊരിക്കലും മാറിപ്പോകാത്ത ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണമെന്നും അത് നമ്മുടെ ഹൃദയങ്ങളിൽ വാഴണമെന്നും ആ വചനം നമ്മുടെ ഉള്ളിലുണ്ട് എങ്കിൽ നാം പിതാവായ ദൈവത്തോട് അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് നമുക്ക് നൽകിത്തരുന്നു എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നവരും
ആ വചനം നമ്മുടെ ഉള്ളിൽ വാഴുന്ന അനുഭവമുള്ളവരുമായി തീരേണ്ടതിന് നമുക്ക് നമ്മെ സമർപ്പിക്കുന്നവരും ആ തലത്തിലേക്ക് എത്തിച്ചേരുന്നവരുമായി തീരുവാൻ നമുക്ക് ഉത്സാഹിക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ദൈവത്തിൻ്റെ വചനം ഞങ്ങൾക്ക് ജീവനും ചൈതന്യവും പകരുന്നതാണ്. ദൈവത്തിൻ്റെ വചനം ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നതിന് കാരണമാണ്. അങ്ങനെയെങ്കിൽ ആ ദൈവത്തിൻ്റെ വചനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വസിപ്പാനും വാഴുവാനും ദൈവമിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്മ കൊണ്ട് നിറയ്ക്കണം, അനുഗ്രഹിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.